സർജറിക്കെല്ലാം ശേഷം എനിക്ക് ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. വൈഫ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സൗദിയിലേക്ക് പോകാമെന്ന് കരുതി. പ്രോമെട്രിക്ക് പാസ്സായി, അതിനുശേഷം ഇൻ്റർവ്യൂ പാസ്സായി. അരാംകോയിൽ ജോലി കിട്ടി. എല്ലാ പ്രോസസ്സിങ്ങും തീർന്നു. അവസാനം മെഡിക്കലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. മെഡിക്കലിന് ചെന്നപ്പോൾ ഞാൻ സർജറി ചെയ്തതുകൊണ്ട് എൻ്റെ മെഡിക്കൽ അൺഫിറ്റായിപ്പോയി. അപ്പോൾ ഞാൻ അതിഭയങ്കരമായിട്ട് തകർന്നു പോയി. ആകെ ഡിപ്രസ്ഡ് ആയിപ്പോയി. ആകെ പോകാമെന്ന് പ്രതീക്ഷിച്ചു. ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. അവിടെ വീട് വരെ എടുത്തു. പക്ഷേ പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ചച്ചാ, ഇത് മാതാവ് നമ്മളെ അതിഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്, നമ്മളെ പരിഗണിക്കുന്നുണ്ട്. ഇതിൽ നല്ലതെന്തോ മാതാവ് തരാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, മുന്നോട്ട് പോയി. മാതാവിൻ്റെ ഉടമ്പടിയിൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പ്രാർത്ഥനയൊന്നും മുടക്കിയിരുന്നില്ല. കുടുംബ പ്രാർത്ഥന. അവൾ സൗദിയിലാണെങ്കിലും ഞങ്ങൾ കറക്റ്റ് 7 മണിയാകുമ്പോൾ വീഡിയോ കോളിൽ വന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. സ്വയം പ്രേരിത പ്രാർത്ഥന എല്ലാം ചൊല്ലും. അരമണിക്കൂർ ഞങ്ങളാരും ബൈബിൾ വായന മുടക്കാറില്ല. അയർലൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കുറേ ഏജൻസികളുടെ മുന്നിൽ ഞങ്ങളുടെ ബയോഡേറ്റ എല്ലാം കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 15-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് മാതാവിനോട് ഞങ്ങൾ ഓരോ ഗിഫ്റ്റ് ചോദിച്ചു. മാതാവേ, എനിക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും ഒന്ന് തരണം, ഞങ്ങളെ തൊടണം എന്ന് പറഞ്ഞു. മാതാവ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. 5 മണിയായപ്പോൾ ഒരു ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ലിനോ, അടുത്തായിട്ട് ഇവിടെ വേക്കൻസി വരുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കാം